ഇവിടെ കോഴി ഫൈറ്റൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ എല്ലാ ആൾക്കാരും ഷാരൂഖ് ഖാൻ ഫാൻസാന്ന് തോന്നുന്നു. ആരുണ്ടൊരു നമ്മൾ പക്ഷെ അവിടെ മദാം എന്ന് വിളിച്ചിട്ട് അമ്മയും കൂടി ചേർത്ത് റെസ്പെക്റ്റോടെ മദാമ കോവിന്റെ സ്ഥലം എന്ന് പറഞ്ഞിട്ട് കാണിച്ചു തന്നു. നമസ്തേ. ഹലോ, നമ്മളപ്പം റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് സമർക്കണ്ടിൽ. ഇന്നപ്പോൾ നമ്മൾ സമർക്കണ്ട് മൊത്തത്തിലൊന്ന് ചുറ്റി കാണാൻ പോവുക. അപ്പോൾ എല്ലാം നമുക്ക് ഒരുമിച്ച് കാണാം. ഇവിടെ ഇങ്ങനെ നമ്പർ ലോക്ക് ഒക്കെയാണ്. ഇവിടെ ഒന്നും ആരുമില്ല. ആകെ ഒരു ഗസ്റ്റേ നമ്മൾ താമസിക്കുന്ന റൂമിലുള്ളൂ. നമ്മൾ നടന്ന് ഒരു പാർക്കിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇങ്ങനെ ടാക്സി പിടിക്കാതെ ഇങ്ങനെ നടന്നു പോകാൻ കാരണം മൊത്തം ഇങ്ങനെ ഒന്നും സ്കിപ്പാവാതെ എല്ലാം കണ്ട് അങ്ങനെ പോകാൻ വേണ്ടിയിട്ടാണ്. ടാക്സി പിടിക്കുകയാണെങ്കിൽ അവർ നേരെ നമ്മളെ ഈ ടൂറിസ്റ്റ് സ്ഥലങ്ങളിലേക്ക് തന്നെ ഡയറക്റ്റ് കൊണ്ടുപോകും. പക്ഷേ അതിനൊരു സുഖമില്ല. കത്തിക്കൂടി ഇരുന്നാലും ഇവിടെ മഞ്ഞ. നമ്മൾക്ക് അപ്പോൾ പോണ വഴി എന്തൊക്കെ കാണുന്ന കാര്യങ്ങൾ അതെല്ലാം ഓർമ്മയുണ്ടാവും. ഇത് ബി കല്യാൺ ഹൗസോ? കല്യാൺ മോസ്ക്. ടിക്കറ്റ് എടുക്കണമായിരുന്നു. ഒരാൾക്ക് 40,000 സോം. അവർ രണ്ടുപേർക്ക് 80,000. പക്ഷെ രണ്ടിൽ കൂടുതലോ ആൾക്കാരാണെങ്കിൽ 80,000 സോം ആകെ കൊടുത്താൽ മതിയോ? എന്തോരം പക്ഷികളെ ഇതുള്ളൊക്കെ. ചുമ്മാ ഇരിക്കണ സ്ഥലമാണോ? ശരി, ഇതുപോലത്തെ പ്ലേറ്റുകളില്ല. ഇവിടെ ഇങ്ങനെ ഇരിക്കാനായിട്ട് കുറച്ച് സീറ്റുകളൊക്കെ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒട്ടിച്ചേക്കണതൊന്നും ടൈലല്ല, ഇതൊക്കെ പെയിന്റ് ചെയ്തേക്കണതാ. ഇത് മൊത്തം പെയിന്റ് ഒഴിച്ചിങ്ങനെ സ്റ്റിക്കർ പോലെ പറഞ്ഞു കൊടുക്കണം. അവിടെയൊക്കെ കീറിപ്പോയ പോലെ. അതാണ് ഇതിൻ്റെ ഉള്ളിൽ. ഇവിടെ ഇനിയും അവിടേക്ക് കുറേ സംഭവങ്ങളുണ്ട്. എല്ലായിടത്തും എന്തോ നല്ല നല്ല സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. പക്ഷെ പൈസയും കുഴപ്പമില്ല അല്ലേ? അത്ര കൂടുതലൊന്നും അല്ലല്ലോ സാധനങ്ങളുടെയൊക്കെ. ഇതെന്താ? ഇതിൻ്റെ തോല്. ഇവിടെ പാവകളിയുടെ പോലത്തെ പാവകളെയൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ ഇട്ട്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. പേരെന്താണ് ഇതിൻ്റെ? ബിബി ഖാനും മൊസ്ലിയം. ഈ പുറകിൽ നമ്മൾ ആദ്യം ടിക്കറ്റ് എടുത്ത് കയറിയത് ബിബി ഖാനും മോസ്ക്. അപ്പം ആ മോസ്കിലേക്കുള്ള ആൾക്കാരെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടായിരിക്കും. ഇവിടെ ഇങ്ങനെ കുറേ ഡ്രസ്സുകൾ, അങ്ങോട്ടേക്ക് വഴിയില്ലെന്ന് തോന്നുന്നു. ദാം നടക്കണം. ഇവരുടെയൊക്കെ മദാം ഇരിക്കുന്നു. നമ്മൾ പക്ഷെ അവിടെ മദാം എന്ന് വിളിച്ചിട്ട് അമ്മയും കൂടി ചേർത്ത് റെസ്പെക്റ്റോടെ മദാമ, മാഡം, അമ്മ, മദാമ.
നമ്മളപ്പോൾ ആ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി. അവിടെ ഇങ്ങനെ ഇതാ ഷോപ്പ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അവിടെ അല്ലേ. അതെ, അവിടെ ഹസ്രത്തി മോസ്ക്. നമ്മളിപ്പോൾ ഈ ഹസ്രത്തി മോസ്കിലേക്ക് കയറിക്കൊണ്ടിരിക്കുക. ഒരു ഡൗട്ടുണ്ട്, ഇനി മുസ്ലിംസിനെ മാത്രമാണ് കയറ്റുള്ളൂ എന്ന്. മോസ്ക് ആയതുകൊണ്ട്. പക്ഷെ നമ്മൾ മറ്റേ മോസ്കിലൊക്കെ കയറി. പക്ഷെ ഇവിടെ ഇങ്ങനെ സെക്യൂരിറ്റി ഒക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇത് കുറച്ചുകൂടി ചെറുതുമാണ്, അതുകൊണ്ട് അറിയില്ല. ഇതിൻ്റെ ആ റൂഫൊക്കെ കുറച്ചും കൂടി വേറെ ഒരു ഡിസൈനാണ്, കളർഫുള്ളാണ്, റെഡും ഗ്രീനും. ഇതൊന്നും ക്യാമറയിൽ കിട്ടുന്നില്ല മര്യാദയ്ക്കല്ലേ. ഇവിടെ ഈ ബിൽഡിങ്ങിലെ മാത്രം ആ ഉരുണ്ടിരിക്കുന്ന സ്ഥലമില്ലേ, ഡോം ഷേപ്പായിട്ടുള്ള, അത് കളറില്ലാത്തതാ. ഈ ബ്രിക്കിൻ്റെ ഈ ആ ഒരു കളറ് തന്നെയാണ്, ഇങ്ങനെ കല്ലിൻ്റെ കളറ്. നല്ല വെയിലുണ്ട്, നേരെ നോക്കാൻ പറ്റില്ല, പക്ഷെ തണുപ്പും ഉണ്ട്. ഷാഹി സിന്ദ. സിന്ദയാണോ സിന്ദയാണോ? ഷാഹി സിന്ദ. ഖായി സിന്ദയോ? ഷാക്കി സിന്ദ. അവിടെയാണ് എത്തിയത്. ഈ നമ്മളിപ്പോൾ നിൽക്കണ ഈ സ്ഥലത്ത് കുറച്ച് ആൾക്കാരുടെയൊക്കെ ഇങ്ങനെ ഖബർ. അപ്പം അവർ മരിച്ച ഇയറൊക്കെ ഇവിടെ എഴുതിച്ചിട്ടുണ്ട്. 1385 ഇയറിൽ മരിച്ചതാ. പിന്നെ 91, 94, 97, അതൊക്കെ 1300 ആ വർഷം മരിച്ചതാ. ഇതിന് എല്ലാ ഇങ്ങനത്തെ സ്ഥലങ്ങളുടെയും മുകളിലൊരു പ്ലേറ്റ് കമത്തി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഓരോന്നും ഓരോ ടൈപ്പാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ കയറിയില്ലേ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അവിടെയും ഇതുപോലത്തെ സംഭവങ്ങളുണ്ട്. ഇവിടെ വേറെ തരത്തിലാണ്. അങ്ങനെ കുഴിച്ചിട്ടേക്കുക ഖബർ. ഇത് 1372. അങ്ങനെ 1, 2, 3, 4 ആൾക്കാരുടെ ഉണ്ട്. അതെ, 4 ആൾക്കാരുടെ. പക്ഷെ ഇത് തുറന്നും കുഞ്ഞുകാലോ, അതെന്താ? ചിലപ്പോൾ കൊച്ചിയിലേ മരിച്ചു പോയ വല്ലതായിരിക്കും. അതുണ്ട്. പിന്നെ ഇത്രയും പേര് നമുക്ക് ഡീറ്റെയിൽസ് ഉണ്ട്. അവിടെ എന്തോ എനിക്ക് തോന്നുന്നു കുത്തി ഉണ്ടാക്കണമെന്ന് തോന്നുന്നു, ടൈൽസ് അതുപോലത്തെ. കണ്ടായിരുന്നോ? നമുക്ക് ഇവിടെ കയറാം. അതുപോലെ കുറേ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ ടോംസ്, കുറേ ആൾക്കാരുടെ. കോംപ്ലക്സ് കൺസിസ്റ്റ് ഓഫ് 2 സർവീസ് റൂംസ്. മുസ്ലിം സെക്രട്ടറി മാസ്റ്റർ. ഇതിൻ്റെ ഉള്ളിൽ കയറാലോ അല്ലേ? എല്ലാത്തിനും ഉള്ളിൽ കയറാലോ. ഇത് ഫുൾ ഇത് ഒറിജിനൽ സ്വർണ്ണമാണോ? കളർ മാത്രം. നൈസ്. അതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ നല്ല രസമാണ് കാണാൻ. ഭയങ്കര ഡീറ്റെയിൽഡായിട്ട് കൊടുത്തേക്കുക. ഇനി എനിക്ക് ഇവിടെ ഇടയിലൊക്കെ കുറേ പെയിൻറ്റിങ്സാണ് അവർ വരച്ച് വെച്ചിരിക്കുന്നത്. അത് ടൈലല്ല, ഇതൊക്കെയാണ് ടൈല്. മുകളിലേക്കൊക്കെ വരച്ച് വെച്ചേക്കുക. ഒന്നും ടൈലല്ല.
ഇനി നമ്മൾ കയറാൻ പോകുന്ന അമീർ തിമൂറിൻ്റെ ഒരു ഭാര്യയെ, വൺ ഓഫ് അമീർ തിമൂർസ് വൈഫ് എന്നാണ് പറയുന്നത്. അതായത് ആൾക്ക് കുറേ ഭാര്യമാരുണ്ട്. അപ്പോൾ കുട്ലുഗ് ഒക്കോ അവരെ ഇവിടെ ആയിരിക്കാം ബറി ചെയ്തേക്കണേന്ന് പറയുന്നത്. അവർക്ക് ഉറപ്പില്ല, അങ്ങനെ എഴുതിയേക്കണേ ഇവിടെ. കുഡ് ബി ബറീഡ് ഹിയർ. ഇവിടെയാണ് അവരെ അടക്കിയിട്ടുണ്ടാവുന്നത്. ഇവിടെയൊക്കെ കുറേ ഇങ്ങനെ പോയിരിക്കുക, അങ്ങനെ അധികം ഫുൾ കംപ്ലീറ്റ് അല്ലാത്ത പോലത്തെ സ്ഥലങ്ങളിലൊന്നും ഫുള്ളായിട്ട് ലൈറ്റൊന്നും ഇടാതെ വെച്ചേക്കും. ഇവർക്ക് തന്നെ അൺനോൺ ആയിട്ടുള്ളൊരു മുസ്ലിം ഉണ്ട്. ഇതിൻ്റെ അകത്ത് ആരുടെയോ ഒരു ടോമ്പുണ്ട്, ഇവർക്ക് തന്നെ അറിയില്ല. അൺനോൺ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. നമ്മളിപ്പം നമ്മുടെ റൂമിലെ ചേട്ടനൊരു പ്ലോവിൻ്റെ സ്ഥലം എന്ന് പറഞ്ഞിട്ട് കാണിച്ചു തന്നു. നമസ്തേ. അപ്പം അതൊരു ഭയങ്കര ഒരു റൂറലായിട്ടുള്ളൊരു സ്ഥലത്തിൽ കൂടിയുള്ള കോഴി ഫൈറ്റൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഇവിടെ കോഴി ഫൈറ്റൊക്കെ നടക്കുന്നുണ്ട്. കോഴി ഫൈറ്റൊക്കെ നടക്കുന്നുണ്ട് അവിടെ. അവർ നമ്മളെ കളിയാക്കിയോ എന്തൊക്കെയോ പറഞ്ഞിരിക്കണ്ട്, എനിക്കറിയില്ല. കുറച്ച് അധികം നേരമായി നമ്മൾ നടക്കണം. ഇനി എത്ര ദൂരം കൂടി ഉണ്ട്? ഇവിടെ ഓരോരുത്തർ കാറിലൊക്കെ പോകുമ്പോൾ ഹോണടിച്ച് നമസ്തേ പറഞ്ഞിട്ട് പോവാ. ഇവിടെ എല്ലാ ആൾക്കാരും ഷാരൂഖ് ഖാൻ ഫാൻസാന്ന് തോന്നുന്നു. ആരും കണ്ടാലും ഷുറൂഖ് ഖാൻ ഇങ്ങനെ പറയുന്നുണ്ട്. പറയണ കുറച്ചു നേരം കഴിയുമ്പോഴേ മനസ്സിലാവണുള്ളൂ. നമ്മളിപ്പോൾ ആ പുള്ളി പറഞ്ഞ ഹോട്ടലിലെത്തി, റെസ്റ്റോറൻറ്റിലെത്തി. മുഷ്കണ്ട് എന്ന പേര്. ഇവിടെ പ്ലോവ് കിട്ടുന്നത് കണ്ടിട്ട് നല്ല സെറ്റപ്പായിട്ടുണ്ട്. അറിയില്ല എത്ര പൈസയൊക്കെ ആവുമെന്ന്. കാരണം ഒരു മെനു ഒന്നും അങ്ങനെ പൈസ എഴുതി വെച്ച മെനു ഒന്നും കൊണ്ടുവന്ന് കാണിക്കാറില്ലല്ലേ? പടങ്ങളാണ് കാണിക്കാറ്. അപ്പോൾ നമുക്ക് നോക്കാം. ആരും വന്നിട്ടില്ല ഓർഡർ എടുക്കാനൊന്നും. ഇപ്പം ഈ കഴിച്ചുകൊണ്ടിരിക്കുന്നത് സമർക്കണ്ട് പ്ലോവാണ്. ഇത് ഒട്ടും സ്വീറ്റല്ല, ഒരു നല്ല രസമുണ്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഒപ്പം നമ്മൾ കുക്കുംബർ സാലഡും പിന്നെ ഒരു ക്യാബേജും ടൊമാറ്റോ സൂപ്പുമായിട്ടുള്ള ഒരു സാലഡും കൂടി മേടിച്ചു. ഇത് നല്ല രസമുണ്ട്. നല്ല കഴിച്ചിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടോ? നമ്മളിപ്പം ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് ഒരു ക്യാബ് ബുക്ക് ചെയ്ത് നമ്മൾ തിരിച്ച് സിയോപ്പ് മാർക്കറ്റിന് അങ്ങോട്ടേക്ക് പോവാം. എൻ്റെ പുറകിൽ കാണുന്നതാണ് ട്രാം. നമുക്കപ്പോൾ അതിൻ്റെ അകത്ത് വെറുതെ കയറി ഇരുന്നാൽ മതിയെന്ന് തോന്നുന്നു. ഇവിടെ അതിൻ്റെ അകത്ത് പൊക്കത്ത് എഴുതി വെച്ചിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷൻ എന്ന്. നമ്മളിപ്പോൾ ട്രാമിൽ നിന്ന് ഇറങ്ങി ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തേക്ക് എത്തി. ഇനി ഇവിടെ ഒരു മാർക്കറ്റൊക്കെ ഉണ്ട്, ചെറിയൊരു മാർക്കറ്റ്. അപ്പോൾ നമ്മൾ അതിൽ കൂടെയൊക്കെ ഒന്ന് ചുറ്റിയിട്ട് തിരിച്ച് അടുത്ത ട്രാം കയറി സിയോപ്പ് മാർക്കറ്റിന് അങ്ങോട്ടേക്ക് പോവുക. ആ പുറകിൽ കാണുന്ന സംഭവമാണ് രജിസ്ഥാൻ സ്ക്വയർ. ഇതിൻ്റെ അകത്ത് കയറാനായിട്ട് ടിക്കറ്റ് ഉണ്ട്. ആ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ. എനിക്ക് തോന്നുന്നു ഇവിടേക്ക് കയറാൻ പൈസ ഇല്ലെന്ന് തോന്നുന്നു. ഗേറ്റ് കടന്നു പോകാനായിട്ട് പൈസ കൊടുക്കണം. ഈ രജിസ്ഥാൻ സ്ക്വയറിൽ ഈ കാണുന്ന ഈ സംഭവങ്ങളൊക്കെ ഇത് 3 ഉണ്ട്. ഈ 3 ആരാണ്ടോ അമീർ തിമൂറാന്ന് തോന്നുന്നു. അയാളുടെ 3 ഭാര്യമാർക്ക് വേണ്ടി പണിതതാണ്. ഇത് മറ്റേ സ്ഥലങ്ങളിൽ കണ്ടതിനെക്കാട്ടിലും കുറേ ഡീറ്റെയിൽസ് ഉണ്ടല്ലേ. കുറേ ഭയങ്കര വലിയതുമാണ്.
ഇതിൻ്റെ ഉള്ളിൽ കയറുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പൗണ്ടിൻ്റെ അവിടെ നിൽക്കൽ മാത്രം ആൾക്കാർ നടക്കുന്നത്. ശരിക്കും അപ്പോൾ ഇവിടെ എന്തായാലും പോരെ. നമ്മളിപ്പോൾ ഒരു കടയിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. എന്നിട്ട് ഇപ്പം ഈ കഴിക്കണ സ്ഥലം നോക്കി നടക്കുക. ഇവിടെ മൊത്തം മഞ്ഞ് വീണിട്ട് കട്ടിയിട്ട് ഐസായിട്ട് കിടക്കുക. അപ്പം തെന്നും. എന്നിട്ട് ഞാൻ സൂക്ഷിച്ചാണ് നടക്കുന്നത്. തെന്നാൻ പോയി. നമ്മളിപ്പോൾ ഒരു കഴിക്കാനായിട്ട് ഒരു കടയിൽ കയറി സമോസ കഴിക്കാൻ കയറി. എന്നിട്ട് ഒരു ചീസ് സമോസ, ഒരു ചിക്കൻ സമോസ, 2 ബീഫ് സമോസ. നമ്മുടെ ഫുഡ് വന്നു. ഇനി അപ്പോൾ കഴിച്ചിട്ട് വരാം. 8 മണി 8:30 കഴിഞ്ഞു. അപ്പോൾ നമ്മളിപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മണി എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോയേക്കൊക്കെ ആയിരുന്നു. അപ്പോൾ കുറച്ച് ബിസി ആയിരുന്നു. അവരോട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ നമ്മളെന്താണ് നാളെ ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് പോവുകയാണ്. അതുകൊണ്ട് ബാക്കി ഉണ്ടായിരുന്ന സോമെല്ലാം നമ്മൾ മാറ്റിയിട്ട് ഡോളറാക്കി. പിന്നെ കസക്കിസ്ഥാനിൽ ചെന്നിട്ട് പിന്നെ അവിടുത്തെ മണിയായിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ അയ്യോ ഹലോ. അപ്പോൾ നമുക്ക് ലൈറ്റ് ഷോ കാണാൻ പറ്റിയില്ല. അത് തീർന്നു പോയിട്ടുണ്ടായിരുന്നു തോന്നുന്നു. നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് നോക്കി. പിന്നെ നമ്മൾ ഫുഡ് മേടിച്ച് റൂമിലേക്ക് തിരിച്ചെത്തി. അപ്പം ഇന്നത്തെ സമർക്കണ്ട് വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ്. നാളെ നമ്മൾ തിരിച്ച് തഷ്കൻഡിൽ പോവും. തഷ്കൻഡിൽ നിന്ന് നേരെ അൽമാട്ടിക്ക് പോവും. അപ്പോൾ അതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.